ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ആന്റിയമ്മയും മാനസിയും കൺമണിയെയും കൃഷിനെയും ഇനി എങ്ങനെ പിരിക്കാൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ആന്റിയമ്മ മാനസിയോട് പറയുന്നുണ്ട്, നീ നോക്കിക്കോ മോളെ, നമ്മൾ എന്തായാലും കൃഷിന്റെ മനസ്സ് മാറ്റിയെടുക്കും, അവരൊന്ന് നാട്ടിലേക്ക് വന്നോട്ടെ, എന്നിട്ടേ ബാക്കിയുള്ളൂ എന്ന് ആന്റിയമ്മ മാനസിയോട് പറയുന്നുണ്ട്. ഇതിനുശേഷം കൃഷും കൺമണിയും ഇപ്പോഴും ഫാക്ടറിയിൽ തന്നെയാണ്. കൃഷും കൺമണിയും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. കൃഷ് തന്റെ നെറ്റി കൊണ്ട് കൺമണിയുടെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് ആണോ എന്ന് ചോദിക്കുകയാണ്. കൃഷ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൺമണിക്ക് നല്ല വേദനിക്കുന്നുണ്ട്. കൃഷ് എന്നിട്ട് വേഗം തന്നെ കൺമണിയുടെ നെറ്റിയിൽ സോറി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൺമണി പെട്ടെന്ന് തന്നെ കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. കൃഷും ഒട്ടും പ്രതീക്ഷിക്കാതെ കൺമണി അങ്ങനെ ഉമ്മ കൊടുക്കുന്ന സമയത്ത് കൃഷാകെ ഷോക്കാവുന്നുണ്ട്. കൃഷിന് വളരെ സന്തോഷമാവുകയാണ്. കൃഷ് എന്നിട്ട് വേഗം തന്നെ കൺമണിയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ്. പിന്നീട് കൺമണി പറഞ്ഞ് കൃഷ് സാഗറിനെ വിളിക്കുന്നുണ്ട്. സാഗറിനോട് കൃഷ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാഗർ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷ് പറയുന്നുണ്ട്, അച്ഛാ കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ നിന്നോ, കൺമണി ഇങ്ങോട്ട് തിരിച്ചയക്കെന്ന് പറയുകയാണ്. കൃഷിന് അത് കേൾക്കുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം സങ്കടപ്പെട്ടുകൊണ്ട് കൃഷ് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി, നീ എന്റെ അടുത്തുനിന്ന് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അച്ഛൻ നിന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചയക്കി, എന്നോട് ഇവിടെ നിന്നോളാനാണ് പറഞ്ഞത്. എനിക്കതിനൊരിക്കലും സാധിക്കില്ലെന്ന് കൃഷ് കൺമണിയോട് പറയുമ്പോൾ കൺമണിക്കും ഒരുപാട് സങ്കടമാവുകയാണ്. അതിനുശേഷം കൃഷ് ദേവ്ജിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ദേവ്ജി എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സാഗറിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ മറുപടി കിട്ടില്ല എന്ന് പറയുകയാണ്. ഇതുകൂടി കേൾക്കുമ്പോൾ കൃഷിന് ആകെ സങ്കടമാവുന്നുണ്ട്. കൃഷ് എന്നിട്ട് ദേവ്ജിയോട് പറയുന്നുണ്ട്, കൺമണി ഇല്ലെങ്കിൽ എനിക്ക് ഒരു സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് കൃഷ് ദേവ്ജിയോട് തറപ്പിച്ചു പറയുകയാണ്. ദേവ്ജിയെ വിളിച്ച് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം കൃഷ് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി, നീയില്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഒരിക്കലും നമ്മളെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ കിട്ടുന്ന നേട്ടങ്ങളോ സൗഭാഗ്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വേണ്ട. നീ എന്നെ വിട്ടുപോകരുത്, നീ എന്റെ കൂടെ തന്നെ എന്നും വേണമെന്ന് കൃഷി പറയുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് സങ്കടവും ആവുകയാണ്. എന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ്. കൺമണി അങ്ങനെ കൃഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.